അപ്പം നമുക്കിന്ന് നമ്മുടെ അംഗം തുടങ്ങാം. രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റുണ്ടെങ്കിൽ ഞാൻ അരി അടുപ്പിയിടും. കാരണം അത് അവിടെ കിടന്ന് വേകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇച്ചിരി കട്ടൻ ചായ ഇന്നലെ ഇട്ടത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനൊന്ന് ചൂടാക്കി കുടിച്ചു. പിന്നെ പാല് ഞാൻ ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം 5 ലിറ്റർ ഒരുമിച്ച് വാങ്ങിച്ച് ഞാൻ ഫ്രീസ് ചെയ്തിടും. ഫാമിലെ പാലല്ലേ, അപ്പം നല്ല പാല് കിട്ടും നമുക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരാഴ്ചയിലൊരിക്കലാണ് പോയി പാല് മേടിക്കുന്നത്. അപ്പോൾ ഒരു പേരയ്ക്ക വീഴുന്ന ശബ്ദം കേട്ടേ. അപ്പം ഞാൻ ചെന്ന് നോക്കി. അപ്പോൾ അതൊന്ന് ചീഞ്ഞിരുന്നു. പിന്നെ ഞാനതങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കറികൾ ഇതൊക്കെ ആയിരുന്നേ. മുരിങ്ങയ്ക്കായും ചക്കക്കുരുവൊക്കെ ഇട്ടതും പിന്നെ സാമ്പാർ പരിപ്പ് വെച്ച് ഒരു പരിപ്പ് കറി ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് ഇന്നലത്തേക്ക് കടലക്കറി ബാലൻസ് ഇരുന്നു. അപ്പം നമുക്ക് രാവിലത്തെ അപ്പത്തിന് അത് മതിയെന്ന് വിചാരിച്ച് ഇന്നലെ വൈകിട്ട് ഞാൻ ഉണ്ടാക്കിയ കടലക്കറിയാണ്. അപ്പമായിരുന്നേ വൈകിട്ട്. അപ്പം അപ്പത്തിൻ്റെ മാവ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പം രാവിലെ എടുത്ത് അതൊക്കെ വെച്ചു. പിന്നെ ഒരു ബീട്രൂട്ട് കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഒന്ന് കിച്ചടി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പം അത് ഒന്ന് കിച്ചടിക്ക് കട്ട് ചെയ്ത് വെച്ചു. തൈര് ഒഴിച്ച കിച്ചടി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്യാമറമാൻ ഉറക്കം എണീറ്റില്ല കേട്ടോ. അപ്പോൾ ഒറ്റ കൈ കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം എല്ലാത്തിൻ്റെ അരപ്പ് ഞാൻ അരച്ച് വെച്ച്. അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഒന്നിച്ച് തേങ്ങ തിരി കുറേശ്ശെ എല്ലാം ഒന്നിച്ചങ്ങ് അരച്ച് മാറ്റി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് കിടന്ന് ഒരു ഇതുപോലെ. അപ്പോൾ തോരത്തിന് ആദ്യം അരച്ചെടുത്തു. പിന്നെ പരിപ്പ് കറിക്ക് അരച്ചെടുത്തു. അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് കൂട്ടായിട്ട് പൂച്ചകളുണ്ട്. രാവിലെ നേരെ ഒന്ന് പുലർന്ന് വന്നു അപ്പോഴേക്കും. പിന്നെ നമുക്ക് വെള്ളം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിന് കോരിയെടുക്കാൻ ഞാൻ പോയതാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്ത് കിട്ടി. ഇനി അപ്പോഴേ ക്യാമറാമാൻ ഉണർന്ന് വന്നിട്ടുണ്ട്, പഠിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ബാക്കിയുള്ള വീഡിയോകളൊക്കെ എടുത്ത് തന്നേ. പിന്നെ നമ്മുടെ ഗീവവേയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. നമ്മുടെ സാരി കമൻസ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുകൂടാതെ പ്രധാനപ്പെട്ട കാര്യം കമൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ല കമൻറ്റിനും കൂടുതൽ കമൻറ്റും ആരാണോ അയക്കുന്നത് അവരെയാണ് ഞാൻ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം നല്ല നല്ല കമൻറ്റുകൾ ഇട്ടാൽ നിങ്ങൾക്ക് വിന്നറാവാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ അപ്പവും ശ്രീദേവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ചിന് അപ്പവും മുട്ടയും കടലക്കറിയും മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ ചായ, രാവിലത്തെ ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് എല്ലാം നമ്മൾ റെഡിയാക്കി. അപ്പോൾ ദേവുവിൻ്റെത് അടച്ചെടുത്തോളാം എന്ന് പറഞ്ഞേ. ദേവു ഒന്ന് ഇങ്ങനെ കാവല് നിൽക്കും. കാരണം ചോറ് അവൾക്ക് ഒരു സ്പൂൺ മതി. അത് ഇടുന്നത് കാത്ത് നിൽക്കുന്നതാണ് ഇത്. അത് കഴിഞ്ഞിതാ എല്ലാവരും പോകാൻ ഒരുങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു. അതൊക്കെയായിരുന്നു ഇന്ന് 8 മണി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ.